നമസ്കാരം. ഒരു കാലത്ത് CPMന്റെ സൈബർ പോരാളികളായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്ന സംഘത്തിലെ പ്രധാനിയായ ആകാശ് തില്ലങ്കരിയെ പോലും ഒരു പരിധിവരെ വരുതിയിലാക്കാൻ CPMന് സാധിച്ചെങ്കിലും അർജുൻ ആയങ്കി ഇപ്പോഴും മാഫിയ വഴികളിൽ ആർക്കും പിടികൊടുക്കാതെ തുടരുകയാണ്. കേരളത്തിലുടനീളം ആരാധക കൂട്ടമുള്ള CPMന്റെ ഔദ്യോഗിക നേതൃത്വത്തെ പോലും പലപ്പോഴും വെല്ലുവിളിച്ച ഈ പഴയ സൈബർ സഖാവ് നിലവിൽ വിവിധ കൊട്ടേഷൻ സ്വർണ്ണക്കടത്ത് കേസുകളിൽ പോലീസിന്റെ തെരച്ചിൽ പട്ടികയിലുള്ള പ്രധാനിയാണ്. ആകാശിനെ പോലെ വഴങ്ങാത്ത ആയങ്കിയെ വലയിലാക്കാൻ പോലീസിന് സാധിക്കുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിലും കൊട്ടേഷൻ കേന്ദ്രങ്ങളിലും ഉയരുന്നത്. ഒരു വശത്ത് പാർട്ടി ബന്ധം ഉപേക്ഷിച്ച ശേഷവും ഇടതുപക്ഷ സൈബർ സ്പേസുകളിൽ വലിയ സ്വാധീനം നിലനിർത്തുകയും മറുവശത്ത് കൊട്ടേഷൻ സ്വർണം പൊട്ടിക്കൽ മാഫിയകളുടെ ഇടനിലക്കാരനായി മാറുകയുമായിരുന്നു ആയങ്കി ചെയ്തത്. ഡിവൈഎഫ്ഐയുടെ പോരാളി രൂപത്തിൽ നിന്ന് കൊട്ടേഷൻ സംഘത്തിന്റെ തലവനിലേക്കുള്ള ഇയാളുടെ വളർച്ച പാർട്ടിക്കും വലിയ തലവേദനയായി മാറിയിരുന്നു. 2021 രാമനാട്ടുകര സ്വർണ്ണക്കള്ളക്കടത്ത് കൊട്ടേഷൻ സംഘത്തിന്റെ വാഹനം അപകടത്തിൽപ്പെട്ടതോടെയാണ് അർജുൻ ആയങ്കി എന്ന പേര് കേരളമൊട്ടാകെ കുപ്രസിദ്ധി നേടുന്നത്. വിമാനത്താവളങ്ങൾ വഴി എത്തുന്ന സ്വർണം കടത്തുകാരായ കാരിയർമാരെ വെട്ടിച്ച് കവർച്ച ചെയ്യുന്ന സ്വർണം പൊട്ടിക്കൽ സംഘത്തിന്റെ പ്രധാന ആസൂത്രകനായിരുന്നു ഇയാൾ. ഈ കേസിൽ അറസ്റ്റിലായി മാസങ്ങളോളം ജയിലിൽ കിടന്ന ശേഷമാണ് ജാമ്യത്തിലിറങ്ങിയത്. എന്നാൽ ജാമ്യത്തിലിറങ്ങിയ ശേഷവും തനിക്ക് ചുറ്റുമുള്ള കൊട്ടേഷൻ ശൃംഖലയെ ഉപേക്ഷിക്കാൻ ആയങ്കി തയ്യാറായില്ല. ഉമ്മർഗോയ എന്നയാളുമായി ചേർന്ന് ദുബായിൽ നിന്ന് കരിപ്പൂർ വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച 975 ഗ്രാം സ്വർണം തട്ടിയെടുക്കാൻ ശ്രമിച്ച കേസ് വീണ്ടും ഇയാൾക്കെതിരെ ഉയർന്നു വന്നു. സ്ഥിരം കുറ്റവാളി എന്ന നിലയിലേക്ക് ഇയാളുടെ വളർച്ച പോലീസ് ഗൗരവത്തോടെയാണ് കണ്ടത്. ഡിവൈഎഫ്ഐ അഴീക്കോട് കപ്പക്കടവ് യൂണിറ്റ് സെക്രട്ടറിയായിട്ടാണ് അർജുൻ ആയങ്കി രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. കണ്ണൂരിലെ രാഷ്ട്രീയ സംഘർഷങ്ങളിൽ CPM, BJP, CPM, മുസ്ലിം ലീഗ് പോരുകളിൽ മുന്നണി പോരാളിയായിരുന്നു ഇയാൾ. ചാലാട് കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യകാല അക്രമ പ്രവർത്തനങ്ങൾ. എന്നാൽ സാമ്പത്തിക നേട്ടങ്ങൾക്കായി ലഹരി സ്വർണ്ണക്കടത്ത് മാഫിയകളുമായി ഇയാൾ കണ്ണിച്ചേർന്നതോടെ ഡിവൈഎഫ്ഐ ഇയാളെ സംഘടനയിൽ നിന്ന് പുറത്താക്കപ്പെട്ടെങ്കിലും CPMന്റെ കൊടിയും അടയാളങ്ങളും ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിൽ തനിക്ക് ജനപ്രീതി ഉണ്ടാക്കിയെടുക്കാൻ ആയങ്കിക്ക് കഴിഞ്ഞു. ഇതോടെയാണ് പാർട്ടിക്ക് ഇയാൾ വലിയ ഭീഷണിയായി മാറുന്നത്. CPMന്റെ പരമ്പരാഗത തത്വസംഹിതകളെ അപ്പുറം നിർത്തി യൂത്ത് ഐക്കൺ പരിവേഷത്തോടെയാണ് സോഷ്യൽ മീഡിയയിൽ ആയങ്കി അവതരിച്ചത്. ഇയാളുടെ മാസ് ഡയലോഗുകൾക്കും ചിത്രങ്ങൾക്കും താഴെ ആയിരക്കണക്കിന് യുവാക്കളാണ് ലൈക്കുകളും കമന്റുകളുമായി ഒത്തുകൂടുന്നത്. ഡിവൈഎഫ്ഐ ഈ സംഘത്തെ പരസ്യമായി തള്ളിപ്പറഞ്ഞിട്ടും ഈ സൈബർ ഫാൻസ് ആയങ്കിക്ക് വലിയ സംരക്ഷണ വലയമൊരുക്കി. പാർട്ടിക്ക് പുറത്തായിട്ടും CPMന്റെ താഴെത്തട്ടിലുള്ള അണികളിൽ ഇയാൾ ചെലുത്തിയ സ്വാധീനം ഡിവൈഎഫ്ഐ നേതൃത്വത്തെ അങ്കലാപ്പിലാക്കി. കൊട്ടേഷൻ പ്രവർത്തനങ്ങൾക്ക് മറയാക്കാൻ ഇയാൾ പോരാളി ഷാജി പോലെയുള്ള ഐഡന്റിറ്റികളും സഖാവെന്ന പദവിയും ദുരുപയോഗം ചെയ്തുവെന്ന ആക്ഷേപവും ശക്തമായി. ഒരു ഘട്ടത്തിൽ ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ നേതൃത്വത്തിന് നേരെ ആയങ്കി തിരിഞ്ഞു. ഡിവൈഎഫ്ഐ ജില്ലാ നേതാക്കൾക്കെതിരെ സോഷ്യൽ മീഡിയയിലൂടെ അപവാദ പ്രചരണം നടത്തിയെന്ന പരാതിയുമായി അന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായിരുന്ന M. ഷാജറിന് പോലീസ് കമ്മീഷണറെ സമീപിക്കേണ്ടി വന്നു. മനു തോമസ് ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ വ്യക്തിഹത്യ നടത്തുന്ന തരത്തിലേക്ക് ആയങ്കിയുടെ സൈബർ ആക്രമണം വളർന്നു. അർജുൻ ആയങ്കിയും ആകാശ് തില്ലങ്കരിയും അടങ്ങുന്ന സംഘം കൊടും ക്രിമിനലുകളാണെന്നും ഡിവൈഎഫ്ഐയുടെ പ്രാഥമിക അംഗത്വം പോലുമില്ലാത്ത ഇവരുമായി സംഘടനയ്ക്ക് ബന്ധമില്ലെന്നും അന്ന് സംസ്ഥാന പ്രസിഡന്റ് S. രതീഷ് പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചു. മുൻപ് കേസിൽ പ്രതിയായപ്പോൾ കൊണ്ടോട്ടി പോലീസ് ആയങ്കിയെ പിടികൂടിയത് CPMന്റെ ഉറച്ച പാർട്ടി ഗ്രാമമായ പയ്യന്നൂരിലെ പെരിങ്ങോത്ത് നിന്നായിരുന്നു. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അന്ന് അർദ്ധരാത്രിയിലാണ് പോലീസ് ഇയാളെ ഒളിവ് സങ്കേതത്തിൽ നിന്ന് പൊക്കിയത്. പാർട്ടി തള്ളിപ്പറഞ്ഞെങ്കിലും പാർട്ടി ഗ്രാമങ്ങൾ ഇയാൾക്ക് സംരക്ഷണം ഒരുക്കുന്നുവെന്ന ആക്ഷേപം അന്ന് പ്രതിപക്ഷം ഉയർത്തിയിരുന്നു. എന്നാൽ നിലവിലെ പുതിയ സാഹചര്യത്തിലും ആയങ്കി പോലീസിന്റെയും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെയും കടുത്ത നിരീക്ഷണത്തിലാണ്. പഴയ കേസുകളുടെ ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചതും പുതിയ കൊട്ടേഷൻ കേസ് രജിസ്റ്റർ ചെയ്തതുമാണ് ഇയാൾക്ക് തിരിച്ചടിയായത്. കാപ്പ ചുമത്താനുള്ള നീക്കങ്ങളിൽ നിന്ന് മുൻപ് ഇയാൾ രക്ഷപ്പെട്ടിരുന്നെങ്കിലും ഇത്തവണ പോലീസ് നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ്. കണ്ണൂരിലെ മറ്റൊരു കൊട്ടേഷൻ നേതാവായ ആകാശ് തില്ലങ്കരിയെ നിയന്ത്രിക്കാൻ പാർട്ടി പ്രാദേശിക നേതൃത്വത്തിനും പോലീസിനും ഒരു പരിധിവരെ സാധിച്ചിരുന്നു. തില്ലങ്കരിയിൽ CPM പൊതുയോഗം വിളിച്ച് P. ജയരാജന്റെ സാന്നിധ്യത്തിൽ ആകാശിനെ തള്ളിപ്പറയുകയും തുടർന്ന് നിയമ നടപടികൾ ശക്തമാക്കുകയും ചെയ്തതോടെ ആകാശ് പ്രതിരോധത്തിലായി. എന്നാൽ അർജുൻ ആയങ്കി ഇന്നും പോലീസിനോ പാർട്ടി തിട്ടൂരങ്ങൾക്കോ വഴങ്ങാൻ തയ്യാറായിട്ടില്ല. സാമ്പത്തികമായി വലിയ അടിത്തറ ഉണ്ടാക്കിയെടുത്ത ഇയാൾ ബംഗളൂരു, ഗോവ കേന്ദ്രങ്ങളിലെ ലഹരി സ്വർണ്ണ മാഫിയകളുടെ സഹായത്തോടെയാണ് ഒളിവ് ജീവിതവും മറ്റു പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നത്. ആയങ്കി പിടികൂടാൻ സാങ്കേതിക വിദ്യയെ പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് പോലീസ്. ഇയാളുടെയും കൂട്ടാളികളുടെയും വാട്സപ്പ് സന്ദേശങ്ങളും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും സൈബർ സെല്ല് നിരീക്ഷിക്കുന്നുണ്ട്. ഇയാൾ ഉപയോഗിക്കുന്ന UPI അക്കൗണ്ടുകളും ബിനാമി ബാങ്ക് ഇടപാടുകളും മരവിപ്പിക്കാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. ലഹരി സ്വർണ്ണക്കടത്ത് മാഫിയകളിൽ നിന്ന് ഇയാൾക്ക് ലഭിച്ച പണം എങ്ങോട്ടാണ് ഒഴുകിയതെന്നും പോലീസ് പരിശോധിക്കുന്നു. ഇയാളുടെ ഏറ്റവും അടുത്ത കൂട്ടാളികളെ ചോദ്യം ചെയ്തതോടെ ഒളിവ് സങ്കേതങ്ങളെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചതായിട്ടാണ് സൂചന. അർജുൻ ആയങ്കിക്കായി സംസ്ഥാനത്തിനകത്തും പുറത്തുമായി തെരച്ചിൽ ശക്തമാക്കിയിരിക്കുകയാണ് അന്വേഷണ സംഘം. ആയങ്കി വീണ്ടും അറസ്റ്റിലായാൽ കണ്ണൂരിലെ കൊട്ടേഷൻ ബന്ധങ്ങളുടെയും അതിർത്തി കടന്നുള്ള സ്വർണ്ണക്കടത്ത് മാഫിയകളുടെയും ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് കരുതുന്നത്. നിയമത്തിന്റെ കണ്ണുവെട്ടിച്ച് എത്ര നാൾ ഇയാൾക്ക് ഒളിവിൽ കഴിയാൻ സാധിക്കുമെന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. ആകാശ് തില്ലങ്കരിയെ തളച്ച പോലീസ് ആയങ്കിയെയും കൂട്ടിലടച്ച് തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് കേരളം.